ഹലോ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ പിന്നെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് കേട്ടോ. കുറേ പേര് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ സ്റ്റിച്ചിങ് വീഡിയോ ഇടാത്തതെന്ന്. നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മളൊരു പട്ട് പാവാടയിൽ നിന്നൊരു പുതിയ ഉടുപ്പ് ഉണ്ടാക്കി എടുത്തേക്കുവാണ്. ഇപ്രാവശ്യം നമ്മൾ എംബ്രോയിഡറി ചെയ്തില്ല, ഫാബ്രിക് പെയിന്റിങ്ങിലാണ് കേട്ടോ പരീക്ഷണം നടത്തിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ യോക്കിന്റെ പോർഷനിൽ ഫാബ്രിക് പെയിന്റ് കൊണ്ടിട്ടാണ് കുറച്ച് പൂവും കായും ഒക്കെ വരച്ചു കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പട്ട് പാവാട ഇതാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ ഓണത്തിന് മുന്നത്തെ ഓണത്തിന് ഞാൻ ചെയ്തൊരു പട്ടുപാവാടയായിരുന്നു ഇത്. അപ്പം നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഒരു ഉപയോഗിക്കാത്ത പട്ടുപാവാട കാണുമല്ലോ. കാരണം നമുക്ക് ഒന്ന് രണ്ട് തവണ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഓണം വരുമ്പോൾ നമുക്കൊരു പുതിയ ലുക്ക് വേണം എന്ന് തോന്നും. അപ്പം അതിന് വേണ്ടി നമ്മൾ തുണിയൊന്നും എക്സ്ട്രാ മേടിക്കേണ്ട, നമ്മുടെ കയ്യിലുള്ള പട്ടുപാവാട വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു പുതിയ ലുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പുതിയ ഉടുപ്പും ആവും. അപ്പം അങ്ങനെ ഞാൻ ഇതുപോലെ അഴിച്ചെടുക്കുവാണ് കേട്ടോ. അഴിച്ചെടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് നീറ്റായിട്ടൊന്ന് അയൺ ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പ്ലീറ്റ്സിൻ്റെ ഒക്കെ പാടും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പോയി കിട്ടണമല്ലോ. അപ്പം അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ക്ഷമയോടെ അഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മൊത്തം തുണി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ എന്തോരം ഉണ്ടെന്നൊക്കെ നോക്കുവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് തയ്ക്കാനായിട്ടുള്ള തുണി കിട്ടുമോ, ഇപ്പം യോക്ക് കട്ടിങ് ഇല്ലാണ്ട് ഫുൾ ഒന്നിച്ച് പാനലായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കുവാണ്. പക്ഷെ അത് പറ്റത്തില്ല. യോക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് വെച്ചേ പറ്റത്തുള്ളൂ, എങ്കിലേ നമുക്ക് ആവശ്യത്തിനുള്ള നീളം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുവാണ്. എൻ്റെ അയൺ ബോക്സ് അത്ര നല്ല അയൺ ബോക്സ് അല്ല, പഴയ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള അയൺ ബോക്സ് ആയതുകൊണ്ട് തന്നെ നിവർന്നൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര വൃത്തികേടായിട്ട് പോവുമായിരുന്നു അത് അയൺ ചെയ്തിട്ട്. പക്ഷെ നല്ല അയൺ ബോക്സ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ പുതിയൊരു അയൺ ബോക്സ് ഒക്കെ മേടിക്കണം. അപ്പം ഞാൻ കട്ട് ചെയ്യേണ്ട രീതിയിലൊക്കെ ഒന്ന് മടക്കിയൊക്കെ ഒന്ന് ഇട്ട് നോക്കുവാണ്. അപ്പം എൻ്റെ ചെസ്റ്റിൻ്റെ അളവ് ഞാൻ നോക്കുവാണ്. 30.5 കേട്ടോ എൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വന്നേക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചെസ്റ്റിൻ്റെ ചെസ്റ്റ് അല്ല, ആ ഒരു ബസ്റ്റിൻ്റെ ആ ഒരു പോർഷനിലെ അളവെടുക്കുന്നത്. അങ്ങനെ അളവെടുത്തതിന് ശേഷം ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 7.5 കേട്ടോ കിട്ടുന്നത്. ആ 7.5യുടെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടെ നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ യോക്കിന്റെ പോർഷനാണ് ഫസ്റ്റ് തന്നെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ യോക്ക് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യോക്ക് പോർഷന് വേണ്ടി മാത്രമുള്ള തുണി കട്ട് ചെയ്ത് ആദ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ നീളം എന്ന് പറയുന്നത് 15.5 ഇഞ്ചാണേ. കണ്ടോ, 15.5 ഇഞ്ച് നീളത്തിൽ ഞാൻ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു 1/4 ഇഞ്ചോളം ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് പീസിലാണ് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിബ് വെക്കുന്നുണ്ട്. അപ്പൊ സിബിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തുണി നമ്മൾ ആദ്യമേ തന്നെ മാറ്റി ഇടുന്നതാണ് കേട്ടോ. ആ കാണുന്നത് കണ്ടോ, ആ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി ഇട്ടതിന് ശേഷം അതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ്ട, നമ്മളെ അളവുകളിലൊന്നും അത് കൂട്ടണ്ട. അത് കൂട്ടാണ്ടാണ് നമ്മളിനി മാർക്കെല്ലാം ചെയ്യുന്നത്. അപ്പൊ ആ 1/4 ഇഞ്ച് നമ്മൾ അവിടെ ഉപേക്ഷിച്ചിട്ടേക്കുവാണേ. അത് നമ്മളിനി ഒഴിവാക്കണം. അതില്ല എന്നുള്ളൊരു സങ്കല്പത്തിൽ വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യുന്നത്. 6.25 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഷോൾഡർ. 6.25 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴത്തേക്ക് നമ്മൾ ആം ഹോളാണ് മാർക്ക് ചെയ്ത് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ സ്ലീവ്ലെസ് ആയിട്ടാണ് ഈ ഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ നോർമലി എപ്പോഴും 6.5 ഇഞ്ചാണ് ഞാൻ ആം ഹോളിന് വേണ്ടി എടുക്കുന്നതെങ്കിൽ ഇത് ഞാൻ 5.5 ഇഞ്ചേ എടുക്കുന്നുള്ളൂ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവ്ലെസ് ആയതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ ആം ഹോൾ താത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കക്ഷക്കുഴിയൊക്കെ കാണാൻ പറ്റും. അപ്പൊ മൊത്തത്തിലൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് റൗണ്ടിൽ ഇരുന്നില്ല, ഒരു ഭംഗി ഉണ്ടാവില്ല. എനിക്ക് ഡിസ്കംഫർട്ട് ആണ് എൻ്റെ ആ ഒരു ഏരിയ കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് നന്നായിട്ട് കവർ ചെയ്തിരിക്കാൻ വേണ്ടി 5.5 ഇഞ്ച് ആം ഹോള് ഇറക്കുന്നുള്ളൂ. അതിനുശേഷം സൈഡിൽ നിന്ന് ആ ഒരു മൂലയിൽ നിന്ന് 1.5 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആം ഹോളിന്റെ റൗണ്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചെസ്റ്റിന് നമ്മൾ 10 ഇഞ്ചാണ് ഓൾറെഡി അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത്. അപ്പൊ 10 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ യോക്കിന്റെ ഏറ്റവും താഴത്തെ പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷനിൽ നമ്മൾ 10 ഇഞ്ചാണ് ചെസ്റ്റിന്റെ പോർഷൻ അടയാളപ്പെടുത്തിയത്. അപ്പൊ അതിൽ നിന്ന് കറക്റ്റ് 1 ഇഞ്ച് കുറച്ചിട്ട് 9 ഇഞ്ചാണ് താഴത്തെ പോർഷനിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കറക്റ്റ് 9 ഇഞ്ച്. അപ്പൊ ആ 10 ഇഞ്ച് ചെസ്റ്റിൽ മാർക്ക് ചെയ്തതിൽ നിന്നും 9 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കുവാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ലൈൻസ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 1/2 ഇഞ്ച് ഞാൻ മേളിലേക്ക് ഈ സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, 1/2 ഇഞ്ച് ഇങ്ങനെ നമ്മൾ കയറ്റി കൊടുത്തിട്ടില്ല എങ്കിൽ ഇതിങ്ങനെ തൂങ്ങിക്കിടക്കാം. 2 സൈഡിലും ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇടിഞ്ഞു കിടക്കുന്ന പോലെ ഉണ്ടാവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സൈഡിൽ നിന്ന് മാത്രം ഇതേപോലെ ഒരു 1/2 ഇഞ്ച്, ഒരു 1/4 ഇഞ്ചോളം ഒക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഒരു 1/4 ഇഞ്ചോളം നമ്മൾ ഇതുപോലെ ഒന്ന് മേളിലേക്ക് കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പൊ നമ്മുടെ യോക്കിന്റെ കട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പം നെക്കിന് ഞാൻ ഒരുപാടൊന്നും കഴുത്തകല എടുക്കുന്നില്ല. 2.5 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. വി നെക്കാണ് കേട്ടോ വെക്കാൻ ഉദ്ദേശിച്ചേക്കണത്. അപ്പൊ 2.5 ഇഞ്ച് കഴുത്തകല എടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് ഞാൻ 6.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. വി നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എത്ര ഡെപ്ത് വേണമെന്നുള്ളതൊക്കെ കേട്ടോ.
അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെപ്തൊക്കെ വെക്കാം. ഞാനിപ്പോൾ 6.5 ഇഞ്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു സ്ക്വയർ പോലെ വരച്ചെടുത്തിട്ട് ഹാഫ് സ്ക്വയർ പോലെ വരച്ചെടുത്തിട്ട് നമ്മൾ വി ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അത് അപ്പോൾ നമ്മൾ വി ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ യൂനൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 3/4 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാർക്കിങ്ങിൽ കാൽക്കുലേറ്റ് ചെയ്യരുതെന്ന് പ്രത്യേകം നിങ്ങൾ ഓർത്തോണം കേട്ടോ. അത് സിബ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ വിട്ടേക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് അത് ഒഴിവാക്കിയിട്ട് അതില്ല എന്നുള്ള സങ്കല്പത്തിൽ വേണം മാർക്കിംഗ് എല്ലാം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തതിൽ കൂടെയൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. അതിനുശേഷം നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ബാക്കിനൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ യോക്ക് പോർഷന്റെ കട്ടിങ് മെഷർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണവേ. ഇതിങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വീനക്ക് കട്ട് ചെയ്ത് മാറ്റുവാണ്. വീനക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഒരു യോക്ക് പോർഷൻ എടുത്ത് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ബാക്ക് പോർഷൻ വരച്ചെടുക്കാനായിട്ട്. അത് ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിന്റെ നെക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ആ കഴുത്തകലം ഫ്രണ്ടിൽ എത്രയാണോ എടുത്തത് അതുപോലെ തന്നെ ബാക്കിൽ അത് ഒഴിവാക്കിയതിന് ശേഷം കണ്ടോ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഫ്രണ്ടിൽ എടുത്ത പോലെ തന്നെ. അപ്പോൾ നമ്മൾ കഴുത്തകലം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കഴുത്ത് ഇറക്കമാണ്. അത് ഞാനൊരു 4 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ പൊതുവെ അധികം ബാക്ക് നെക്കിന് അധികം ഇറക്കം വെക്കാറില്ല. എനിക്ക് ബാക്ക് നെക്കിന് ഇപ്പം അധികം ഇറക്കം വെക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ 4 ഇഞ്ചാണ് വെക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് ബാക്ക് നെക്കിന് എത്ര ഇറക്കം വെക്കണം എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പൊ ഇപ്പൊ ദേ സൈഡിൽ കാണുന്ന ഒരു മാർക്കിങ് ആം ഹോളിന്റെ പോലത്തെയൊക്കെ കാണുന്നുണ്ടല്ലോ, അത് ഞാൻ ഏറ്റവും ആദ്യം ചെയ്തൊന്ന് പാളിപ്പോയ മാർക്കിംഗ് ആണ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ, നമ്മൾ ശരിക്കും മാർക്ക് ചെയ്തതാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പൊ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങും കൂടെ വേണം ഇതിന്. അപ്പോൾ ഇതിങ്ങനെ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ്ങും കൂടി ഒന്ന് വെട്ടിയെടുക്കാം. അത് ഇത് കണ്ടോ കൃത്യം അതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്കിന്റെ ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്യത്തില്ല കേട്ടോ. ആം ഹോളിന്റെ ആ ഒരു പോർഷൻ വരെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുള്ളൂ. നെക്കിന്റെ പോർഷനിലേക്ക് നമ്മൾ കട്ടിങ്ങും പരിപാടികളൊന്നും ചെയ്യത്തില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തടിച്ച് മറിച്ച് ലൈനിങ് കൊണ്ട് തന്നെയാണ് എടുക്കണമെങ്കിൽ അവിടെ കട്ടിങ് ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അപ്പം ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഇപ്രാവശ്യം തയ്ച്ചേക്കുന്നത്. ലൈനിങ് വെച്ച് തന്നെയാണ് അടിച്ച് മറിച്ച് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ യോക്കിന്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ താഴത്തേക്കുള്ള പാനൽ കട്ട് ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 5.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്കുള്ള ലെങ്ത് എന്ന് പറയണത് 33.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. അപ്പോൾ 33.5 ഇഞ്ച് താഴത്തേക്കുള്ള ലെങ്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് നമുക്ക് ഇടാം. നമ്മൾ ചുരിദാറൊക്കെ കട്ട് ചെയ്യുമ്പോൾ രണ്ടായിട്ട് നമ്മൾ തുണി മടക്കി ഇടാറുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ തുണി മടക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ 33.5 ഇഞ്ച് ലെങ്ത് ടോട്ടൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു യോക്കിന്റെ താഴെ വരുന്ന കറക്റ്റ് പോർഷനിൽ 5.5 ഇഞ്ച് നമ്മൾ വീതി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ താഴത്തെ വീതി എന്ന് പറയുന്നത് 12.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ഇത് നല്ല അധികം ഫ്ലെയർ ഉണ്ട് ഈ 12.5 ഇഞ്ച് എന്നുള്ളത്. ഈ 12.5 ഇഞ്ചിന് പകരം നിങ്ങൾക്ക് കുറച്ചും കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരു 6.5 ഇഞ്ച് 7 ഇഞ്ച് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ 12.5 ഇഞ്ച് മാക്സിമം വീതി എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൽ കുറവെടുക്കാം. 10 ഇഞ്ച് വേണമെങ്കിൽ 10 ഇഞ്ച് എടുക്കാം, 8 ഇഞ്ച് മതിയെങ്കിൽ 8 ഇഞ്ച് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എത്ര ഫ്ലെയർ വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. ഞാനിവിടെ 12.5 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ആ വീതി കൂടിയ ഭാഗം ഉണ്ടല്ലോ, പാനൽ കട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. ഏറ്റവും തുണി കറക്റ്റായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ആ വീതി കൂടിയ ഭാഗത്തിന്റെ തൊട്ടിപ്പുറത്ത് വീതി കുറഞ്ഞൊരു ഭാഗം ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ ഇനി ഓപ്പോസിറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ 5.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ സൈഡ് മാത്രം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ സൈഡ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മാർക്ക് ചെയ്ത് കൊടുത്തതുപോലെ തന്നെ ഇവിടെ നമുക്ക് മാക്സിമം ഫ്ലെയർ ഇത്രയാണ് കേട്ടോ കിട്ടുന്നത്. ഇത്രയും കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി 5.5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇപ്പം നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ നേരത്തെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന അത്രയും പോർഷൻ കണ്ടോ, ഇത്രയും വീതി നമുക്ക് ആ സൈഡ് പാനലിന് കിട്ടും. അപ്പം നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷനാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തത് കണ്ടോ. ഇപ്പം നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കണം ആ ഒരു സെൻറ്റർ പാനലാണ്. സെൻറ്റർ പാനൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതേ നമ്മൾ സൈഡ് പാനലിലേക്കാണ് കേട്ടോ ചേർത്ത് വെട്ടി കൊടുക്കുന്നത്.
അപ്പോൾ നമുക്ക് സെൻറ്റർ പാനലിന് ഫ്രണ്ടിലേക്ക് ഒരു സെൻറ്റർ പാനൽ കിട്ടും, ബാക്കിലേക്ക് ഒരു സെൻറ്റർ പാനൽ കിട്ടും. പിന്നെ സൈഡിലേക്ക് ഇരുവശങ്ങളിലും വരുന്ന പാനലാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സൈഡ് പാനലാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൈഡ് പാനൽ വരുമ്പോഴാണ് ഒരു സൈഡ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ആ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്ന വശമാണ് കേട്ടോ നമ്മൾ മറ്റേ സെൻറ്റർ പാനലിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുന്നത്. കണ്ടതേ, അത് നമ്മൾ തിരിച്ചെടുത്തത് ഇതുപോലെ ഇട്ട് കൊടുത്തു. ഇങ്ങനെയാണ് നമ്മുടെ പാനൽ കട്ട്. 3 പാനൽ കട്ട് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ദേ കറക്റ്റായിട്ട് കിട്ടിയില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് എങ്ങനെയാണ് വന്നേക്കുന്നതെന്ന്. ഇത് രണ്ടും കൂടെ ആ 5.5 കൂടി യോജിപ്പിച്ച് വെക്കാൻ നേരത്ത് നമുക്ക് മൊത്തം ഒരു 11 ഇഞ്ചോളം കിട്ടും കേട്ടോ. ആ 1 ഇഞ്ച് നമ്മുടെ സീമായിട്ട് അങ്ങ് പോകും, സീം അലവൻസ് ആയിട്ട് പോകും. പിന്നെ നമുക്ക് കറക്റ്റ് 10 ഇഞ്ചായിരിക്കും കേട്ടോ കിട്ടുന്നത്. ദേ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ്ങും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ലൈനിങ് കട്ട് ചെയ്തെടുത്തില്ല എങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഫുള്ളിങ്ങനെ നിഴലടിക്കുന്ന പോലത്തെ തുണിയാണ്. അപ്പം നമ്മൾ കറക്റ്റ് ആവശ്യത്തിന് ലൈനിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കട്ടിങ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ സ്റ്റിച്ചിങ്ങിന് നമ്മൾ പാനലിൻ്റെ താഴത്തേക്ക് ലൈനിങ് ആദ്യം തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പാനലിലും ഇതുപോലെ ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാനലിൽ തന്നെ അറ്റാച്ച് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പാനലിൻ്റെ ബാക്കിൽ ലൈനിങ് ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ആ തുണിക്ക് ഈട് കിട്ടുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഓവർലോക്ക് ഒന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ട് അത് കാണുമ്പം കുറച്ചൊരു ഇതായിട്ടുണ്ടെങ്കിലും നമുക്ക് കുറച്ചും കൂടെ നല്ല ഈടായിട്ട് കിട്ടുന്നതും കാണാൻ കുറച്ച് ഭംഗി ഇതാണ്. അതുകൊണ്ട് തന്നെ ഓവർലോക്ക് മെഷീൻ ഉള്ളവർക്ക് ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം. ഓവർലോക്ക് ഇല്ല എങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഓവർലോക്ക് ഇല്ല ഇപ്പോൾ, എന്നാലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആ സെൻറ്റർ പാനലിലേക്ക് ആദ്യം ഒരു സൈഡിലെ പാനൽ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡിലെ പാനലും കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, നമ്മൾ ആ സ്ട്രെയിറ്റ് പോർഷൻ ഉണ്ടല്ലോ സെൻറ്റർ പാനലിലേക്ക്, ആ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഒരു സൈഡ് ഉണ്ടായിരുന്നില്ലേ, ആ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ആ ഒരു പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കും റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു സ്കേർട്ടിൻ്റെ പോർഷൻ ഉണ്ടല്ലോ നമ്മുടെ ഡ്രസ്സിൻ്റെ, അത് നമുക്ക് ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ യോക്ക് പോർഷനാണ് ചെയ്തെടുക്കുന്നത്. ആദ്യമേ തന്നെ ഞാൻ ബാക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലൈനിങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ നല്ല വശം ലൈനിങ്ങിലേക്ക് ചേർത്തിട്ട് കൊടുക്കണവേ. അങ്ങനെ ലൈനിങ്ങിലേക്ക് ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്ക് അടിച്ച് മറിച്ചെടുക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴുത്ത് ഇതേപോലെ ഒന്ന് 4 ഇഞ്ച് ഡിഫറൻസിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുവാണ്. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ എക്സ്ട്രാ വരുന്ന തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് മാത്രമല്ലാണ്ട് ഇത് ഞാനിപ്പോൾ 2 ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിബ് വെക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ സിബ് വെക്കാൻ നേരത്ത് നമ്മൾ 2 ആയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. സിബൊക്കെ ഓരോരുത്തരും അവരവരുടെ ശൈലിയിലാണ് വെക്കുന്നത്. ഞാൻ ഓരോ തവണ ഓരോ രീതിയിലാണ് വെക്കുന്നത്, അപ്പോഴത്തെ ആ ഒരു ചേതോവികാരം പോലെ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ സിബ് വെക്കാൻ എടുത്തേക്കുന്ന രീതി എന്ന് പറയുന്നത് ഇതാണ്. നമ്മളെ കഴുത്തിൻ്റെ ആ ഒരു പോർഷൻ അടിച്ചു കഴിഞ്ഞിട്ട് അത് 2 ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം സിബ് വെക്കുന്ന ആ ഒരു പോർഷനിൽ നമ്മളിത് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു എക്സ്ട്രാ വരുന്ന കഴുത്തിൻ്റെ ആ ഒരു പോർഷനൊക്കെ ഇതുപോലെ വരുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ ഒരു തയ്യലിൽ കൊള്ളാത്ത രീതിയിൽ ഇടക്കിടക്കത് ഇതുപോലൊന്ന് കട്ടിട്ട് കൊടുക്കണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കട്ടിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ അത് ഭംഗിയായിട്ട് ഇരിക്കത്തില്ല, നല്ല അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് മറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിൻ്റെ ഒരു സൈഡ് റെഡിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സിബ് വരുന്നതിൻ്റെ ഇരുവശങ്ങളും നമ്മൾ ഇതുപോലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരു സൈഡ് നമുക്കിപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക്. അതിന് മുന്നേ തന്നെ ഇതൊന്ന് നമ്മൾ നെക്ക് ഇങ്ങനെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണവേ. പതിച്ചടിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഉൾഭാഗത്താണ് ഞാൻ പതിച്ചടിച്ചു കൊടുക്കുന്നത്. ഞാൻ പുറമേന്ന് പതിച്ചടിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. എനിക്ക് പുറത്ത് സ്റ്റിച്ച് കാണണ്ട എന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്രാവശ്യം വന്നേക്കുന്നത്. അത് ഓരോ തവണ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പതിച്ചടിക്കാം. ഇപ്രാവശ്യം ഞാൻ പതിച്ചടിച്ചു കൊടുക്കുന്ന രീതി ഇതാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെക്ക് ഏകദേശം ഫിനിഷായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്കിൽ വേറെ പരിപാടിയൊന്നും ചെയ്യത്തില്ല, ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നെക്ക് ഫിനിഷായി നന്നായിട്ട് അയൺ ചെയ്തെടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറത്തൊന്നുമില്ല, അടിപൊളിയായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യോക്ക് റെഡിയാക്കി എടുത്തേക്കുന്നത് ബാക്കിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ബാക്കിൻ്റെ പാനലുണ്ടല്ലോ, നമ്മൾ സിബ് വെക്കാൻ നേരത്ത് കുറച്ച് താഴത്തേക്ക് ഇങ്ങനെ കടത്തിയിട്ട് സിബ് വെക്കണം. എന്നാലും നമുക്കത് ഉള്ളിലോട്ട് സ്മൂത്തായിട്ട് കയറി പോകാൻ പറ്റത്തുള്ളൂ.
അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് റെഡിയാക്കി എടുത്തതുപോലെ തന്നെ സിബ് വെക്കാൻ വേണ്ടി കുറച്ചൊന്ന് ഉള്ളിലേക്ക് കടത്തി വെട്ടണം കേട്ടോ. ഇത് ആ ഒരു പാവാടയുടെ ആ ഒരു പോർഷനിൽ സെന്ററിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അവിടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ തെന്നി മാറാതിരിക്കാനായിട്ടും പിന്നെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുന്നത് തുണിയൊന്നും വിട്ട് വരാതിരിക്കാനും അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നെഴുന്ന് പോരുമല്ലോ തുണി, അങ്ങനെയൊന്നും പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഇതുപോലൊന്ന് അടിച്ചും കൂടെ കൊടുക്കണം. അപ്പം നമ്മുടെ ഏകദേശം സിബ് വെക്കാനുള്ള സംഭവമൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്കേർട്ടിന്റെ പോർഷനിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കണ ബാക്കിന്റെ യോക്ക് ഉണ്ടല്ലോ, അതെ അത് ഈ ഇരുവശങ്ങളിലേക്കുമായിട്ട് വേണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ കട്ട് ചെയ്തതിന്റെ ഇരുവശങ്ങളിലേക്കുമായിട്ട് ഇത് ഇതുപോലൊന്ന് ചേർത്ത് വെച്ച് കൊടുത്ത് അടിച്ചെടുക്കണം കേട്ടോ. അപ്പം അത് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലൊന്ന് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുവാണേ. ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ തയ്ച്ചെടുത്തേക്കുന്നത്. ഭയങ്കര എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും. ഏറ്റവും എളുപ്പത്തിൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഞാൻ തയ്ച്ചൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. പെട്ടെന്ന് മറ്റേ നമ്മൾ ഫാബ്രിക് പെയിന്റും എല്ലാം ചെയ്തെടുത്തു. ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പം എനിക്ക് തോന്നി പട്ടുപാവാട ഉണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ഉടുപ്പും കിട്ടി, പുതിയ ലുക്കായി. ആർക്കും സംശയം പോലും തോന്നത്തില്ല നമ്മൾ പട്ടുപാവാട എന്നാണ് ഇതിങ്ങനെ ചെയ്തെടുത്തതെന്ന്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇതേ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മറ്റേ സൈഡും ഇതുപോലെ തന്നെ നമ്മൾ യോക്ക് പോർഷൻ വെച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് കറക്റ്റായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അതിന് ആ ഒരു തയ്യൽ തുമ്പിനോട് ചേർത്ത് വെച്ച് കണ്ടോ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് കറക്റ്റ് അല്ലേന്ന് വെച്ച് നോക്കണം കേട്ടോ. നമ്മൾ ജോയിൻ ചെയ്തേക്കുന്ന പോർഷൻ രണ്ടും കറക്റ്റായിട്ടല്ലേ വന്നേക്കണമെന്നൊന്ന് വെച്ച് നോക്കണേ. അപ്പം ഞാൻ വെച്ച് നോക്കിയപ്പോഴത്തേനും എനിക്കൊരു ചെറുതായിട്ടൊരു ചെറുങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടാണ് നമ്മുടെ കട്ടിങ് എങ്കിൽ ഡിഫറൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ചെയ്ത് വന്നപ്പോഴത്തേനും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. അത് നമ്മൾ കൃത്യം കറക്റ്റാക്കി വെച്ച് കൊടുക്കണം. ഇനിയാണ് നമ്മൾ സിബ് വെക്കുന്നത് കേട്ടോ. സിബ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നമ്മളിത് ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ സിബ് നേരെ വെച്ച് കൊടുക്കണവേ. കറക്റ്റായിട്ട് നേരെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ വായ് ഭാഗം ഇതുപോലെ തുറന്ന് വെക്കണം. രണ്ട് സൈഡിലും ഇതേപോലെ ആട്ടോ ചെയ്യണത്. ഈ സൈഡിൽ ഇതുപോലെ വായ്ഭാഗം തുറന്ന് വെച്ച പോലെ തന്നെ മറ്റേ സൈഡിലും വായ്ഭാഗം തുറന്ന് വെച്ച് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം 1 ഫൂട്ട് ഇടണം. അത് മസ്റ്റാണ് സിബ് വെക്കാൻ നേരത്ത്. ഇതുപോലെ നമ്മൾ ചേർത്ത് വെച്ച് കൊടുക്കണേ. മാക്സിമം നമുക്ക് എത്രത്തോളം ചേർത്ത് വെച്ച് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ചേർത്ത് വെച്ച് ഇതുപോലെ അങ്ങോട്ട് അടിച്ചു കൊടുക്കണം. ആ ഒരു സിബിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് കയറാണ്ട് മാക്സിമം ഇങ്ങനെ ചേർത്ത് വെച്ച്, ഇങ്ങനെ സിബിൻ്റെ ഒരു കുരുകുരു എന്നുള്ള ഒരു സാധനം ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. അത് നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു സ്ഥലം വരെ, ആ ഒരു പോയിന്റ് വരെ നമ്മളത് ഇതുപോലൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ, കറക്റ്റായിട്ടൊന്ന്. അപ്പോൾ ഇത് നിങ്ങൾ ക്ഷമയോടെ വേണം കേട്ടോ കാണാനായിട്ട്. ഇൻവിസിബിൾ സിബ് പിടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. എനിക്കിപ്പോഴും അത്ര വലിയ വശമൊന്നുമില്ല. പിന്നെ ഞാനങ്ങ് പിടിപ്പിക്കും ഒരു സന്തോഷത്തിന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടെ ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം. അപ്പോൾ എനിക്ക് 1 സൈഡുള്ള ഫൂട്ടേ ഉള്ളൂ. ഇതിങ്ങനെ 2 സൈഡിലേക്ക് 2 വശങ്ങളിലേക്കും തിരിഞ്ഞിരിക്കുന്ന ഫൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരൊറ്റ ഫൂട്ടേ ഉള്ളൂ. നമുക്ക് വേറെ ഫൂട്ടും ഒക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് 2 വശങ്ങളിലേക്കും തിരിഞ്ഞിരിക്കുന്ന ഫൂട്ടാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. പക്ഷെ അത് ഇടക്കിടക്ക് മാറ്റിയിടണം. അതൊരു മടിയുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കറക്റ്റായിട്ടല്ലേ സിബ് എടുത്തേക്കണം. പേൾപ്പിന്ന് കുത്തി ഇതുപോലൊന്ന് നോക്കണം. ഇനി നമ്മൾ സിബ് ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് അല്ലേ, ഇല്ലെങ്കിൽ നെക്കിൻ്റെ ഇരുവശങ്ങളിലും താഴെ കയറി ഇറങ്ങിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അല്ലാന്ന് നമ്മൾ ആദ്യമേ തന്നെ പേൾപ്പിന്ന് വെച്ച് കുത്തി ഉറപ്പ് വരുത്തണം. കണ്ടോ ഇത് കറക്റ്റായിട്ടല്ലേ ഇരിക്കണമെന്ന് നമ്മൾ പേൾപ്പിന്ന് വെച്ച് കുത്തി നോക്കണം. ഓക്കെ, നമ്മുടെ ഇപ്പം കറക്റ്റാണ്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് പേൾപ്പിന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ സിബ് ഇട്ട് നോക്കുക തന്നെ വേണം. സിബ് ഇട്ട് നോക്കിയാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇത് കറക്റ്റ് അല്ലേ എന്ന്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ കറക്റ്റായിട്ട് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ വെച്ച് അടിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ രണ്ടാമത് അഴിക്കേണ്ടി വരും. അതുകൊണ്ട് പേൾപ്പിന് വെച്ച് ഞാൻ കുത്തി കറക്റ്റ് അല്ലേ എന്ന് നോക്കി. ഇനി നമ്മളിത് ഇതുപോലെ വെച്ച് കൊടുത്തേച്ച് മറ്റേ സൈഡിൽ നിന്ന് വേണം കേട്ടോ ഇനി തയ്ച്ചു തുടങ്ങാനായിട്ട്. അതായത് ഈ പേൾപ്പിൻ്റെ കുത്തി വെച്ചേക്കുന്ന സൈഡിൽ നിന്ന് നമുക്ക് തയ്ച്ചു തുടങ്ങാൻ പറ്റത്തില്ല. അതെൻ്റെ ഫൂട്ടിൻ്റെ പ്രശ്നമാണ്. എനിക്ക് ഒരൊറ്റ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഫൂട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ തല തിരിച്ച് വെച്ച് വേണം അടിക്കാനായിട്ട്. കണ്ടത് ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തതിന് ശേഷം എക്സസ് ആയിട്ട് ഒന്നും വരാൻ പാടില്ല. അതാണ് ഞാൻ ഇത്ര സമയം എടുത്ത് പിടിപ്പിക്കുന്നത്. സമയം എടുത്ത് പിടിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇത് നമ്മൾ പിന്നെ അഴിച്ചു പണിയേണ്ടി വരും. കുറച്ചൊന്ന് ട്രിക്കിയാണ് നമ്മൾ ഈ ഇൻവിസിബിൾ സിബ് പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തല തിരിച്ച് വെച്ച് കൊടുത്തിട്ട്
ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട്, അതുകൊണ്ടാണ് ഈ പേൾപ്പിന് നമ്മൾ ആദ്യമേ തന്നെ കുത്തി വെക്കുന്നത് കേട്ടോ. അതിങ്ങനെ അധികം ഒന്നും നമ്മൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ പേൾപ്പിന് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സിബിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് അങ്ങോട്ട് അടിച്ചു കൊടുക്കണം. ഇത് ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എളുപ്പ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ക്ഷമയോടെ വേണം ചെയ്യാനായിട്ട്. നമ്മളൊരു വീഡിയോയിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഒരൊറ്റ വീഡിയോ നമ്മൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള വീഡിയോസിലൊന്നും നമ്മൾ ഈ ഒരു സിബിൻ്റെ പോർഷൻ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് കാണിക്കാറ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയത് കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏറ്റവും താഴെ നമുക്കൊരു ഹോൾ ഉണ്ടാവും. കണ്ട, ഈ ഒരു സിബിൻ്റെ ഏറ്റവും താഴത്തെ പോർഷനിൽ ഒരു ഹോൾ ഉണ്ടാവും. അത് നമ്മൾ ഇനി വേണം അടച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ സിബ് ഇട്ട് നോക്കി നമുക്ക് കറക്റ്റ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സിബ് നമ്മൾ ഇട്ട് നോക്കിയും തുറന്നു നോക്കിയൊക്കെ കൺഫേം ആക്കുവാണ്. ഇനി നമ്മൾ ആ ഒരു വശങ്ങളിലെല്ലാം ഒന്ന് അടിച്ചു കൊടുക്കുവാണ്. എന്നാൽ സിബ് ഒന്ന് ഇരുത്തി അടിച്ചു കൊടുക്കുവാണ് എല്ലാ സൈഡിലും ഒന്ന്. ഇരുവശങ്ങളിലും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ഇരുത്തി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര അലമ്പായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളായിരുന്നു. ഇപ്പം ഞാൻ കുറച്ചും കൂടി ഭംഗിയായിട്ടൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി വരുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തൊന്നുമില്ല കേട്ടോ. ഞാൻ ഭയങ്കര ബിഗിനറാണ്. ഞാൻ വെറും ടോപ്പ് മാത്രമേ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെറൈറ്റീസൊക്കെ ചെയ്യാൻ തുടങ്ങിയേക്കണേ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമുക്ക് ഏറ്റവും താഴെ ഒരു ഹോൾ ഉണ്ടാവുന്നത്. ആ ഹോൾ വഴി നമ്മൾ ഇതുപോലൊന്ന് സിബ് ഉള്ളിലേക്ക് എടുക്കണം കേട്ടോ. കണ്ടോ, ഈ ഒരു തുള വഴിയാണ് നമ്മൾ സിബ് ഉള്ളിലേക്ക് എടുക്കണം. അപ്പോൾ അതായത് നമുക്ക് സിബ് ഉള്ളിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു തുളയും കൂടെ ഒന്ന് അടച്ച് കളയണം കേട്ടോ. അത്രയും നേരം ആ തുള അടയ്ക്കുന്നത് വരെ നമുക്ക് 1 foot ഇട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ആ തുളയൊക്കെ നമുക്ക് 1 foot ഇട്ടേ കറക്റ്റായിട്ട് മര്യാദക്ക് ഭംഗിയിൽ ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതെ, അപ്പോൾ ഇതുപോലെ ഒന്ന് ആ ഒരു ഹോളും കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കെട്ടൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എക്സ്ട്രാ നിൽക്കുന്ന സിബിൻ്റെ പോർഷൻ ഇല്ലേ, അതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മുടെ സിബ് അവിടെ സെക്യൂർഡ് ആയിട്ട് ഇരുന്നോളും, കുഴപ്പമില്ല. ആദ്യമായിട്ട് ഇൻവിസിബിൾ സിബ് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ അത് നമ്മൾ ക്ഷമയോടെ ചെയ്യണം. ക്ഷമയോടെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇൻവിസിബിൾ സിബ്. അപ്പോൾ നമ്മുടെ ബാക്ക് റെഡിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രണ്ടിൻ്റെ യോക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നേരത്തെ നമ്മൾ കഴുത്തടിച്ച് മറിച്ചെടുത്ത പോലെ തന്നെയാണ് ഇപ്രാവശ്യം കഴുത്തടിച്ച് മറിച്ചെടുക്കുന്നത്. നമ്മൾ നല്ല വശം ലൈനിങ്ങിലേക്ക് ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം വീയുടെ സൈഡിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ വീട് ആ ഒരു കോർണർ വരുന്ന ഒരു പോർഷൻ ഇല്ലേ, അവിടെ നമ്മൾ മറ്റേ തയ്യലിൽ കൊള്ളാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. തയ്യലിൽ കൊള്ളാതെ കട്ട് ചെയ്ത് അത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മളത് തിരിച്ചെടുക്കാനായിട്ട്. തിരിച്ചെടുത്തതിന് ശേഷം ഞാൻ പതിച്ചും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഉള്ളിലുള്ള പോർഷൻ. പിന്നീട് നമ്മളിത് ഈ എക്സ്ട്രാ വരുന്ന ലൈനിങ്ങിൻ്റെ തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണേ. നമ്മൾ ആദ്യം തന്നെ ലൈനിങ് ബാക്കിൻ്റെ അളവിലാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എക്സ്ട്രാ ഉണ്ടായിരുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമ്മളത് ആ ഒരു താഴത്തെ സ്കേർട്ട് പോർഷനില്ലേ, സ്കേർട്ട് പോർഷനിലേക്ക് നമ്മളിത് ഇതുപോലെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കറക്റ്റ് സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ടോപ്പിൽ നമ്മളൊരു പിണ്ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിണ്ടക്ക് ഇട്ട് കൊടുക്കണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെൻറ്റർ പോർഷനിൽ മാത്രമേ നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷൻ ഇതുപോലെ തന്നെ ഒന്ന് കണ്ടുപിടിച്ചെടുക്കുകയാണ്. അത് കണ്ടുപിടിച്ചെടുക്കണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ പാനലുണ്ടല്ലോ, താഴത്തെ പാനലിൻ്റെ ആ ഒരു കറക്റ്റ് ലൈനിലോട് നമ്മൾ ചേർന്ന് പോകുന്ന രീതിയിൽ വേണം പിണ്ടക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഇതുപോലെ വേണം കേട്ടോ പിണ്ടക്ക് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. കറക്റ്റായിട്ട് ഇങ്ങനെ അത് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചൊരു എന്താ 0.01 എന്നൊക്കെ പറയത്തില്ലേ, 0.1 എന്നൊക്കെ പറയണ പോലത്തെ ആ ഒരു മെഷർമെൻറ്റിലാട്ടോ നമ്മൾ പിണ്ടക്ക് ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലാണ് നമ്മൾ പിണ്ടക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിന് നമ്മൾ തിരിച്ചെടുക്കാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പിണ്ടക്ക് പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ യോക്കിലേക്ക് ഇത് യോക്കും ആ ഒരു സ്കേർട്ടിൻ്റെ പോർഷനും കൂടി നമ്മളിതൊന്ന് ഒന്നിച്ചൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം വലിയ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലീവ് ഒന്നും നമുക്കില്ല ഇതിൽ അറ്റാച്ച് ചെയ്യാനായിട്ട്. നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തെടുത്തേക്കണേ. കണ്ടോ, അതെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പിണ്ടക്ക് ഇത് ഇങ്ങനെയാണ് കേട്ടോ വന്നേക്കുന്നത്. രണ്ട് സൈഡിലും നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് പിണ്ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പിണ്ടക്ക്. ഈ ഒരു കുഞ്ഞു വീതിയിൽ വേണം കേട്ടോ നിങ്ങൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് ആ പാനലിൻ്റെ
സെൻറ്റർ പാനലിൻ്റെ ആ ഒരു ജോയിൻറ്റിൻ്റെ അങ്ങോട്ടേക്ക് തന്നെ കറക്റ്റായിട്ട് നമ്മൾ പിണ്ടൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്ത പോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ആ ഒരു സെൻറ്റർ പോർഷനിൽ 12.5 ഇഞ്ചാണ് വീതി എടുത്തത്. അത് ഞാനൊന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ സിബ് വെച്ച് കൊടുത്തത് ആ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ ഷോൾഡറാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ സീം കാണാതെ ജോയിൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ബാക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് ലൈനിങ്ങിൻ്റെ ആ ഒരു പോർഷൻ ഇതുപോലെ തുറന്നിട്ട് നമ്മൾ കൊടുക്കും. തുറന്നിട്ട് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് അതിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് യോജിപ്പിച്ച് കൊടുക്കും കേട്ടോ. ഇതുപോലെ നമ്മൾ തുറന്നിട്ട് കൊടുത്തതിന് ശേഷം ബാക്കും ഫ്രണ്ടും ബാക്കിൻ്റെ ലൈനിങ് ഇതുപോലെ അകത്തേക്ക് തുറന്നിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്തെടുക്കും. ഇങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം ആ ബാക്കിൻ്റെ ലൈനിങ്ങിൻ്റെ തുറന്ന ഭാഗമില്ലേ അത് നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കും കേട്ടോ. കണ്ടോ, നിങ്ങൾ ശ്രദ്ധയോടെ ഇത് നോക്കണം കേട്ടോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. എനിക്കിത് ഇത്രത്തോളം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ കണ്ട് തന്നെ അത് മനസ്സിലാക്കണം. അതായത് നമ്മൾ ആ ബാക്കിൻ്റെ തുറന്നിട്ട ലൈനിങ് നമ്മൾ ആ ഫ്രണ്ടിനെ നമ്മൾ കവർ ചെയ്ത് ഇതുപോലെ എടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ സീം കാണാതെ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന രീതി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു അതിങ്ങനെ തുറന്ന് ഇങ്ങനെ നോക്കാൻ നേരത്തെ കണ്ടോ നമ്മുടെ ഷോൾഡർ ജോയിൻ്റായി. ബാക്ക് പോർഷനിൽ നമുക്ക് സീമൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ കഴുത്തിൻ്റെ ആ ഒരു പോർഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ആ ആം ഹോളിൻ്റെ ആ ഒരു റൗണ്ട് മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒട്ടും എക്സസ് ആയിട്ട് എൻ്റെ കക്ഷത്തിൻ്റെ ആ ഒരു പോർഷൻ ഒന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒട്ടും എക്സസ് വരാത്ത രീതിയിൽ ഇങ്ങനെ കറക്റ്റ് റൗണ്ടിലാണ് ഞാനത് വരച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ കറക്റ്റ് റൗണ്ടിൽ അത് വരച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട് കറക്റ്റ് അല്ലേ എന്ന്. അങ്ങനെ അപ്പോൾ കറക്റ്റായിട്ട് അത് എടുത്തതിന് ശേഷം വേറൊരു പീസ് തുണി വെച്ചിട്ടാണ് നമ്മൾ അടിച്ച് മറിച്ചില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ സ്ലീവ് അടിച്ച് മറിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ലൈനിങ് പീസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ലൈനിങ് പീസിലേക്ക് നല്ല വശം ഇതുപോലെ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വശം ഇതുപോലെ ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുത്തടിച്ച് മറിച്ച അതേ സെയിം മെത്തേഡ് കേട്ടോ. അങ്ങനത്തെ നമ്മൾ ഒരു 4 ഇഞ്ച് വിട്ടതിന് ശേഷം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ അകത്തിരിക്കുന്ന ആ ഒരു എക്സ്ട്രാ തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണ്. എന്നിട്ട് നമ്മൾ കഴുത്തടിച്ച് മറിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ തയ്യലിൽ കൊള്ളാതെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കട്ടിട്ട് കൊടുക്കണമെന്ന്. അതുപോലെ നമ്മൾ കട്ടിട്ട് കൊടുക്കുവാണ്. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന ആ ഒരു തുണിയെല്ലാം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റും. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ഒരു തുണി നമ്മളൊന്ന് സൈഡൊക്കെ ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുവാണ്. മടക്കി അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് ഫിനിഷ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കഴുത്തടിച്ചപ്പോൾ പതിച്ചടിച്ച പോലെ തന്നെ സെയിം നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എന്നാലേ അത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ പതിച്ചടിച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഓൾമോസ്റ്റ് പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഷെയ്പ്പൊക്കെ ഞാൻ അടയാളപ്പെടുത്തി എടുക്കണത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ റൗണ്ട് അവിടെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം അത് /4 ആണ് കേട്ടോ നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുന്നത്. ചെസ്റ്റിന്റെ പോർഷൻ അങ്ങനെയാണ് കൊടുത്തത്. വയറിന്റെ പോർഷനും ഇതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വയറിന്റെ യോക്കിന്റെ പോർഷൻ എവിടെയാണോ വരുന്നത് അവിടെ നിന്ന് ഇപ്പോൾ ഒരു 12.5 ഇഞ്ചാണെങ്കിൽ നമ്മുടെ ബോഡിയിലും 12.5 ഇഞ്ച് വരുന്നിടത്ത് എത്രയാണോ അവിടുത്തെ ആ ഒരു റൗണ്ട് നമ്മൾ ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ /4 ചെയ്യും. ആ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ ഇതുപോലെ ഒന്ന് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ താഴത്തെ സ്കേർട്ടിന്റെ പോർഷനിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് മെഷർമെന്റും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ആ സൈഡിലേക്ക് വെച്ച് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഏറ്റവും താഴത്തെ പോർഷനിൽ ഇതുപോലെ തന്നെ നമ്മൾ യോക്ക് കട്ട് ചെയ്തപ്പോൾ കുറച്ച് പോർഷൻ ഒന്ന് കയറ്റി വെട്ടിയില്ലായിരുന്നോ അതുപോലെ തന്നെ നമ്മളൊരു 2 ഇഞ്ചോളം മേളിലേക്ക് കയറ്റി വെട്ടുന്നുണ്ട് കേട്ടോ. 2 ഇഞ്ചോളം നമ്മളിങ്ങനെ മേളിലേക്ക് കയറ്റി ഇതുപോലെ ഒന്ന് കർവ് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഷേപ്പ് അടിച്ച് കൊടുക്കുവാണ്. ഷേപ്പ് 2 സൈഡിൽ നമ്മൾ ഷേപ്പും അടിച്ച് ഏറ്റവും താഴെ നമ്മളൊന്ന് മടക്കി, അതായത് നമ്മുടെ സ്കേർട്ടിന്റെ പോർഷന്റെ ഏറ്റവും താഴെ നമ്മൾ മടക്കി അടിക്കാനുണ്ടായിരുന്നല്ലോ, അതും കൂടി മടക്കി അടിച്ച് കഴിയുമ്പം നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ്. വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കിയോന്നേ ഉള്ളൂ. ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. പുതിയ ഡ്രസ്സും കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഏറ്റവും താഴത്തെ പോർഷൻ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇതിനൊന്ന് മുടുക്കനാക്കി എടുക്കണം. അപ്പം മിടുക്കനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് താമരപ്പൂവാണ് വരച്ചു കൊടുക്കുന്നത്. താമരയാണോ ആമ്പലാണോ എന്തോ. അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പടമൊക്കെ വരച്ചു കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവോ കായോ ഒക്കെ വരച്ചു കൊടുക്കുക ഈ ഒരു സമയത്ത്. ഇനി നമ്മൾ ഫാബ്രിക് പെയിന്റ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ലേ.
വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പടർന്ന് പിടിക്കും. അങ്ങനെ പടർന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ബ്രഷ് ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. നനച്ചെടുത്താലും നമ്മൾ വേറൊരു തുണിയിൽ ജസ്റ്റ് ഒന്ന് ഡോട്ട് ഡോട്ട് പോലെ ഇട്ട് നോക്കണം. നമ്മൾ ഡയറക്റ്റ് എടുത്ത് ഈ തുണിയിലേക്ക് അടിക്കരുത്. ഡയറക്റ്റ് എടുത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല പോലെ പടരാൻ സാധ്യതയുണ്ട്. വേറൊരു തുണിയിൽ ഇങ്ങനെ അടിച്ചു നോക്കണം. പടരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് അടിക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ റെഡ് കളറിലേക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കഴിയാൻ നേരത്താണ് നമുക്ക് ഈ ഒരു കളർ കിട്ടുന്നത് കേട്ടോ. ഒരു ഡാർക്ക് റോസ് പോലത്തെ കളർ കിട്ടുന്നത്. അപ്പം നമ്മൾ ആ റെഡ് കളറിലേക്ക് അത് ഒരു കുറച്ച് എമൗണ്ട് എടുത്തൊന്ന് മിക്സ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്ത് നോക്കണം കേട്ടോ. അതെ ഇതുപോലെയാണ് ഞാൻ ഇങ്ങനെ വേറൊരു പാത്രത്തിൽ മിക്സ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കളർ കിട്ടുമ്പോഴാണ് അതാണ് എടുത്ത് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ പൂവിന് കളറെല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം മേളിൽ കുറച്ച് വെള്ളം എടുത്തൊന്ന് ഹൈലൈറ്റും കൂടെ ചെയ്ത് കൊടുക്കും കേട്ടോ. ഇതേപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു പൂവിനൊരു ജീവനുള്ള പോലെയൊക്കെ തോന്നും. അങ്ങനെ നമ്മൾ പൂ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പച്ച ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പച്ച ഉണ്ടാക്കി എടുത്തത് നമ്മൾ പച്ച കളറിലേക്ക് കുറച്ചൊരു ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഡാർക്ക് പച്ച കിട്ടും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ ഇലയും തണ്ടും ഒക്കെ വരച്ചേക്കുന്നത്. കുറച്ചൊരു ഡാർക്ക് പച്ച അടിക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡാർക്ക് പച്ച ആക്കിയിട്ട് അടിച്ചു കൊടുത്തേക്കണത്. അപ്പോൾ നമ്മുടെ ഇല നമ്മൾ വട്ടയിലയാണ് അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇലയും തണ്ടും പൂവും കായും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ടില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇങ്ങനെ ചുളുവിൻ്റെ ഒരു ഉടുപ്പ് കിട്ടിയ പോലത്തേക്ക് ഒരു സന്തോഷം. നമ്മളൊന്ന് കുറച്ചൊന്ന് മെനക്കെട്ടാൽ മതി, പുതിയ ലുക്കിൽ നമുക്ക് പുതിയ ഡ്രസ്സ് കിട്ടും. നമുക്ക് അധികം പൈസ ചിലവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ ലൈനിങ് മേടിച്ചു കേട്ടോ. ലൈനിങ്ങിൻ്റെ പൈസ മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഒരു അടിപൊളി എലഗൻ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ സാധനം കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു ഫ്ലെയർ ഒന്ന് കുറച്ചാലോ എന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പിന്നീടൊന്ന് പോയി ഫ്ലെയർ ഒന്നും കൂടെ ഒന്ന് കുറച്ചൊരു എയർ ഹോസ്റ്റസ് ലുക്കിലോട്ട് മാറ്റിയിട്ട് വന്നേക്കും കേട്ടോ ഇത്. അപ്പം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.